Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് കാൻറ്റിലിവർ ബീം ക്യാരിയിങ് UDL എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് തിയറി പോർഷൻ ആസ് വെൽ ആസ് ഒരു ഡെമോ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ. സോ നമുക്കെല്ലാവർക്കും അറിയാം കാൻറ്റിലിവർ ബീം എന്ന് വെച്ചാൽ ബീം വിത്ത് വൺ എൻഡ് ഇസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഇസ് ഫ്രീ, അതാണ് കാൻറ്റിലിവർ ബീം. സോ UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. സോ UDL എന്ന് വെച്ചാൽ ആ ലോഡ് ബീമിന് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ബീം ഇൻ എ യൂണിഫോം മാനർ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബീമിൻ്റെ UDLൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ W per യൂണിറ്റ് ലെങ്ത് ഓർ വെയ്റ്റ് per യൂണിറ്റ് ലെങ്ത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 മീറ്ററാണ് ടോട്ടൽ ലെങ്ത് എങ്കിൽ 5-ൽ 1 മീറ്ററിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കുന്ന വെയ്റ്റ് ഇപ്പോൾ W എന്ന് പറയുന്നത് 1 മീറ്റർ ദൂരത്തേക്കുള്ള അതിൻ്റെ വെയ്റ്റ് ആണ് W എങ്കിൽ ടോട്ടൽ വാല്യൂ ഇപ്പോൾ 7 മീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എങ്കിൽ ടോട്ടൽ ആ വെയ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ UDL ലോഡിൻ്റെ വാല്യൂ വിൽ ബി ഈ സ്മോൾ W ഇൻറ്റു ടോട്ടൽ ലെങ്ത് സ്മോൾ W ഇൻറ്റു 7. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വി ആർ ഹാവിങ് എ കാൻറ്റിലിവർ ബീം. കാൻറ്റിലിവർ ബീം ഇസ് സബ്ജക്റ്റഡ് ടു എ UDLൻ്റെ മാഗ്നിറ്റ്യൂഡ് W per യൂണിറ്റ് ലെങ്ത് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണ്, XX എന്നൊരു സെക്ഷൻ എടുക്കുകയാണ് ഫോർ അവർ കൺസിഡറേഷൻ. ആ സെക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് X എന്നൊരു ഡിസ്റ്റൻസ്. ഈ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് X എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്നുമാണ് ഈ സെക്ഷൻ സ്ഥിതി ചെയ്യുന്നത്. സോ ഒരു ഫിക്സഡ് എൻഡിൽ നിന്നും X എന്നുള്ളൊരു ഡിസ്റ്റൻസ് വിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മളെടുക്കുന്ന X എന്നുള്ള സെക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഈ UDL വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ UDLനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ UDLനെ എങ്ങനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ബീമിൻ്റെ ഒരു പോർഷനാണ് നമ്മുടെ ഈ കാൻറ്റിലിവർ ബീം എന്ന് തന്നെ വെച്ചോളൂ. അതിൻ്റെ X എന്നുള്ളൊരു പോർഷനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. സോ അവിടുത്തെ ലെങ്ത് എന്ന് വെച്ചാൽ അവിടുത്തെ ലോഡ് എന്ന് വെച്ചാൽ W per യൂണിറ്റ് ലെങ്ത് ആണ് ലോഡ്. സോ നമ്മൾ ഈ UDLനെ വി ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻറ്റു എ പോയിൻ്റ് ലോഡ്. ഇവിടെ UDLനെ നമ്മളൊരു പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ W per യൂണിറ്റ് ലെങ്ത് ആണ് അതിൻ്റെ ആ ലോഡിൻ്റെ വാല്യൂ എങ്കിൽ X എന്നുള്ള ഡിസ്റ്റൻസിന് ആ ലോഡിൻ്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് വിൽ ബി W ഇൻറ്റു X. ഒരു യൂണിറ്റ് ലെങ്ത് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 മീറ്ററോ 2 മീറ്ററോ ഈ X വേരി ആവുന്നതിനനുസരിച്ച് ആ വെയ്റ്റിൻ്റെ വാല്യൂ വിൽ ഗെറ്റ് വേരി. ഈ W ഇൻറ്റു X എന്ന് പറയുമ്പോഴാണ് ആ ബീം ക്യാരി ചെയ്യുന്ന ടോട്ടൽ ലോഡായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈ UDLനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ത്രൂ ഔട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ UDLനെ നമ്മളൊരു പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ W ഇൻറ്റു ലെങ്ത് X എന്നുള്ള ലെങ്ത്. സോ ദാറ്റ് വിൽ ഗീവ് ദ ടോട്ടൽ ലോഡ്. ആ ലോഡ് ഈ X എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന പോലെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മളൊരു UDLനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ത്രൂ ഔട്ട് X എന്നൊരു ലെങ്ത്തിൽ ത്രൂ ഔട്ടായിട്ട് ഈ UDL ആക്ട് ചെയ്യുകയാണ്. സോ നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു ഈ W ഇൻറ്റു X. അതിപ്പോൾ എവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ത്രൂ ഔട്ട് X എന്നുള്ള ലെങ്ത്തിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണ് നമ്മളൊരു UDLനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് വെച്ചിരിക്കണം. UDL വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളിങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു കാൻറ്റിലിവർ ബീം ആണെന്ന് നിങ്ങൾ വെച്ചോളൂ. ഇവിടെ നമ്മൾ ഫിക്സഡ് ആയിട്ടൊക്കെ വെക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഷിയർ ഫോഴ്സ് ഇസ് ദ ടോട്ടൽ ദാറ്റ്സ് ദ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ ബീം ഓർ ദ ആൽജിബ്രാക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ ബീം. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? W ഇൻറ്റു X ആണ്. നമ്മുടെ ഈ X എന്നുള്ളൊരു സെക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഡെറിവേഷൻ്റെ പർപ്പസിനായിട്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു X തന്നെയാണ് ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, സോ
നമ്മൾ രണ്ട് കൺസിഡറേഷൻ ഉണ്ട്. ഈ സെക്ഷൻ്റെ റൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ് ഡൗൺവേർഡ്സിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ പോസിറ്റീവ് ഫോഴ്സ്. സെക്ഷൻ്റെ ലെഫ്റ്റിൽ അപ്വേർഡ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ കാന്റിലിവർ ബീമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം കേസിലും ഷിയർ ഫോഴ്സ് വിൽ ബി പോസിറ്റീവ്. സോ നമ്മളത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ്. സോ W ഇൻറ്റു എക്സ് ആണ് നമ്മുടെ മാക്സിമം ഫോഴ്സ്. സോ ഇപ്പോൾ എക്സ് വേരി ആവുന്നതിനനുസരിച്ച് എന്തും വേരി ആവും, ഈ ഫോഴ്സ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂവും വേരി ആവും. സോ നോക്കുകയാണെങ്കിൽ എക്സ് 0 എന്നാണെങ്കിൽ നമ്മൾ കാന്റിലിവർ ബീമിൽ നമ്മൾ ലെങ്ത് കൺസിഡർ ചെയ്യുന്നത് റൈറ്റ് എൻഡ് തൊട്ട് ലെഫ്റ്റ് എൻഡിലോട്ടാണ്. ഈ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് നമ്മൾ കാന്റിലിവർ ബീമിൻ്റെ ആ ഡിസ്റ്റൻസ്, ആ വേരിയേഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ് എന്ന് വെച്ചോളുക. ഇപ്പോൾ ഇത് വേണ്ട, നമുക്കിപ്പോൾ എക്സ് ഇതാണെന്ന് വെച്ചോളൂ, ഈ ഒരു ഡിസ്റ്റൻസാണ് എക്സ് എങ്കിൽ ഇപ്പോൾ എക്സ് ഇവിടെ 0 ആയിരിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ഷിയർ ഫോഴ്സസ് 0. അതേപോലെ എക്സിൻ്റെ വാല്യൂ L ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഈ എൻഡ് വരെ, എ എന്നുള്ള എൻഡ് വരെയാണ് L. സോ എക്സിൻ്റെ വാല്യൂ L എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഷിയർ ഫോഴ്സ് വിൽ ബിക്കം W ഇൻറ്റു L. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ഇസ് ഇറ്റ് ഫോളോസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫോമിലാണ് ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മൾ നോക്കിയാൽ മതി. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ബി എന്ന എൻഡിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതേസമയം എ എന്നുള്ള പോയിന്റിൽ അതിൻ്റെ വാല്യൂ W ഇൻറ്റു L ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. സോ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സം ഓഫ് ദി മൊമെൻറ്റ്സ് ആക്ടിങ് അലോങ് ദറ്റ്സ് ആൽജിബ്രായിക് സം ദ റിസൾട്ടൻ്റ് ഓഫ് ദി മൊമെൻറ്റ് ആക്ടിങ് അലോങ് ദ ബീം ആണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് നമ്മൾ ടോട്ടലായിട്ട് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കാന്റിലിവർ ടൈപ്പ് ഓഫ് ബീമിൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഇവിടുത്തെ ടൈപ്പ് ഓഫ് ബെൻഡിങ്. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലോഡ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു ഹോഗിങ്, നെഗറ്റീവായിട്ടായിരിക്കും അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. സോ നമുക്കിപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അഗെയിൻ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ജനറൽ റിലേഷൻ എന്താണ്? ദിസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ W ഇൻറ്റു എക്സ് ആണ് നമ്മുടെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ എൻഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു എൻഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് x/2. നമ്മൾ നോക്കേണ്ടത് ഫിക്സഡ് എൻഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്. സോ മൈനസ് WX ഇൻറ്റു x/2. സോ മൈനസ് WX²/2. സോ ഇവിടെ നമുക്ക് എക്സ് വെച്ചാണ് ഇത് വേരി ആവുന്നത് ബെൻഡിങ് മൊമെൻറ്റ്. എക്സ് 0 ആയിരിക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. എക്സ് L ആയിരിക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് WL²/2. സോ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഫോംസ് എ പാരബോള. ഈ ഒരു ഇക്വേഷൻ ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്. അപ്പോൾ ഇറ്റ് ഫോംസ് എ പാരബോള. നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ പാരബോള. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് എ പാരബോളിക് കർവ്. സോ ഇതായിരിക്കും നിങ്ങളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അത് ഈ എൻഡിൽ ബി എന്നുള്ള എൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് 0 ആയിരിക്കുമ്പോൾ അത് 0 ആയിരിക്കും. അടുത്ത എൻഡിൽ എ എന്നുള്ള എൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി WL²/2. ഓക്കെ. സോ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് തിയറി. നമുക്ക് അതിന് അനുബന്ധമായിട്ടുള്ള പ്രോബ്ലം ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഞാൻ ക്വസ്റ്റൻ ഒന്ന് റീഡ് ചെയ്യാം. ഇപ്പോൾ a cantilever of length 5 meter is loaded as shown in the figure. A cantilever of 5 meter is loaded as shown in the figure. Draw the shear force and bending moment diagrams. സോ ഇതാണ് ഒരു കാന്റിലിവർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു കാന്റിലിവർ ബീം. സോ അതിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ 5 മീറ്റർ ആണ്. എ എന്നുള്ള എൻഡ് ഫിക്സ്ഡ് ആണ്. ബി എന്നുള്ള എൻഡിൽ 3 kN ലോഡുണ്ട്. C to D ആ റീജിയനിൽ 1 kN/m എന്നുള്ള ഒരു UDL തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ E എന്നുള്ള എൻഡിൽ വേറൊരു പോയിന്റ് ലോഡാണ്, 2.5 kN എന്ന വാല്യൂ ഉള്ള ഒരു പോയിന്റ് ലോഡാണ് E എന്നുള്ള എൻഡിൽ തന്നിട്ടുള്ളത്. ഓക്കെ. സോ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു കൺവേർട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ UDL നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഇപ്പോൾ ഈ UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ CD എന്നുള്ള റീജിയൻ നമ്മൾ എടുക്കുകയാണ്. CD എന്നുള്ള റീജിയനിൽ
അതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 2 മീറ്ററാണ്. ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. അതാണ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്, അത്രേ ഉള്ളൂ. സോ അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിട്ട് നമുക്ക് കിട്ടും? അവിടെ നമുക്ക് ഇതിന് UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ CD എന്നുള്ള റീജിയനിൽ 2 മീറ്ററിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റിൽ ആക്ട് ആകുന്ന ഒരു പോയിന്റ് ലോഡായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. സോ 1 കിലോ ന്യൂട്ടൺ ഇൻറ്റു 2 മീറ്റർ, 1 കിലോ ന്യൂട്ടൺ ലോഡ് ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ, നമുക്ക് കിട്ടുന്ന 2 കിലോ ന്യൂട്ടൺ. സോ അതെവിടെ ആക്ട് ആകുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സിക്കും ഡിക്കും ഇടയിലുള്ള പോയിന്റ് കറക്റ്റ് ആ മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1 മീറ്റർ, സിയിൽ നിന്നും ഡിയിൽ നിന്നും 1 മീറ്റർ, അതാണ് അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഷിയർ ഫോഴ്സിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകേണ്ടത്. സോ എപ്പോഴൊക്കെ UDL നിങ്ങൾ കണ്ടാലും അതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഓർത്തുകൊള്ളുക, എന്നാലായിരിക്കും നമ്മുടെ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. സോ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ്സ് ആൽജിബ്രായിക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ ബീം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഫിക്സഡ് എൻഡിന് നമുക്ക് സെക്ഷനായിട്ട് എടുക്കാം, XX എന്നുള്ള സെക്ഷനായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ അത് പോസിറ്റീവും, ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് സെക്ഷൻ്റെ ലെഫ്റ്റിലുള്ള ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ അത് നെഗറ്റീവും. അതാണ് നമ്മുടെ കൺസിഡറേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഫോഴ്സ് ഒക്കെ, റൈറ്റ് സൈഡിലാണ്, അത് ഡൗൺവേർഡ്സ് ആണ് ഇത് സെക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ. സോ അങ്ങനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും ഈസി. സോ ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങുമെന്ന് വെച്ചാൽ ഈ എൻഡിൽ നിന്നും, ഈ റൈറ്റ് എൻഡിൽ നിന്നും ലെഫ്റ്റ് എൻഡിലോട്ടായിരിക്കും നമ്മൾ കാൻറ്റിലിവർ ബീമിന് എപ്പോഴും നമ്മൾ പോകേണ്ടത്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീം വരുമ്പോൾ നമ്മൾ നേരത്തെ ഓപ്പോസിറ്റിലാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ബീം വരുമ്പോൾ പോകുന്നത്. കാൻറ്റിലിവർ ബീം എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഒന്ന് നോക്കിക്കൊള്ളുക. ഫസ്റ്റ് ഈ ഒരു എൻഡ്, ഈ എന്ന് പറയുന്ന എൻഡിൽ നമ്മുടെ ലോഡ് എന്ന് വെച്ചാൽ 2.5 കിലോ ന്യൂട്ടനാണ് നമ്മുടെ ലോഡ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ്, അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്തുമായിരിക്കും? ഈ എന്ന് പറയുന്ന എൻഡിലെ ഷിയർ ഫോഴ്സ് എന്തുമായിരിക്കും? ഈ എന്ന് പറയുന്ന എൻഡിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ തന്നിട്ടുള്ളത് 2.5 കിലോ ന്യൂട്ടൺ തന്നെയാണ്. സോ ആ എൻഡിലെ ഷിയർ ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 2.5 കിലോ ന്യൂട്ടൺ പ്ലസ് തന്നെയാണ് സൈൻ, എന്ന് വെച്ചാൽ റൈറ്റ് ആണ്, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്. അടുത്ത് നമ്മൾ CD എന്നുള്ള സെക്ഷൻ നമ്മൾ ആക്ച്വൽ UDL ആണ്. ആക്ച്വൽ UDL നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷേ അത് UDL എന്ന് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഇതിന് പോയിന്റ് ലോഡിന് മാത്രം എടുത്താൽ മതി. ഇവിടെയുള്ള UDL നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത സെക്ഷനാണ്. C to D എന്നുള്ള സെക്ഷൻ നമ്മൾ UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. ആ പോയിന്റ് ലോഡാണ് 2 കിലോ ന്യൂട്ടൺ ഇവിടെ കൺവേർട്ട് ചെയ്തത്. സോ ഇവിടെ UDL ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ഡെമോ കൊടുത്തിട്ടേ ഉള്ളൂ. അതപ്പോൾ നമ്മൾ പോയിന്റ് ലോഡിനെ തന്നെയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇയിൽ നിന്നും D വരെ, സോ ഈ തൊട്ട് D വരെ എന്തായിരിക്കും ഫോഴ്സ്? ആക്ച്വലി ഈ തൊട്ട് D വരെ നമ്മുടെ ഫോഴ്സ് എന്തായിരിക്കും? ഈ തൊട്ട് D വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് വിൽ ബി സെയിം 2.5 കിലോ ന്യൂട്ടൺ തന്നെയായിരിക്കും. കാരണം ഇയിൽ നിന്നും D വരെ നമുക്ക് വേറെ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല, റീജിയൻ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അടുത്ത് ഡിയിൽ നിന്നും C വരെ പോകുമ്പോൾ നമ്മുടെ ഫോഴ്സ് എന്തുമായിരിക്കും? പോയിന്റ് ഡിയിൽ നിന്നും ഡിയിൽ നിന്നും C വരെ പോകുമ്പോൾ നമ്മുടെ ഫോഴ്സ് എന്തുമായിരിക്കും? ഇവിടെ നമുക്കൊരു 2 കിലോ ന്യൂട്ടൺ ഉണ്ട്. സോ പ്ലസ് 2.5 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 4.5 കിലോ ന്യൂട്ടൺ. സോ സിയിൽ നിന്നും D വരെ പോകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ലോഡ് ഇവിടെ നടുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി അനദർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് ആണ് ഈ ഫോഴ്സ് പ്ലസ് ഈ ഫോഴ്സ്. സോ ദാറ്റ് ഇസ് 2.5 പ്ലസ് 2 നമുക്ക് കിട്ടുന്നത് 4.5 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. സോ ഇതിനവിടെ കൺസിഡർ ചെയ്യണം. സോ ഡിയിൽ നിന്നും C വരെ പോകുന്ന ഈ റീജിയനിൽ ലൈൻ എന്തെന്ന് വെച്ചാൽ എന്തുമായിരിക്കും? ഷിയർ ഫോഴ്സ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അത് ഓർക്കണം. ഈ D to C വരെ പോകുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ UDL ആയതുകൊണ്ട്.
അപ്പോൾ ഇവിടെ നിന്ന് ലോഡ് വേരി ആവുകയാണ് ഡി തൊട്ട് സി വരെ. അടുത്ത് നമ്മൾ നോക്കേണ്ടത് പോയിന്റ് ബിയിലാണ്. അപ്പോൾ ബിയിലെത്തുമ്പോൾ നമുക്ക് എന്തായിരിക്കും ലോഡ്? സിയിൽ നിന്നും ബിയിലോട്ട് പോകുമ്പോൾ സി ടു ബി എന്ന് നമുക്ക് പോകുമ്പോൾ സി തൊട്ട് ബി വരെ, സി ടു ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോഡ് എന്ത് തന്നെ ആയിരിക്കും? സെയിം വാല്യൂ തന്നെ ആയിരിക്കും, 4.5 തന്നെ ആയിരിക്കും. പക്ഷേ ബിയിലെത്തുമ്പോൾ ആ ലോഡ് എത്രയായിട്ട് മാറുകയാണ്? ബിയിൽ ഒരു എക്സ്ട്രാ ലോഡുണ്ട്, ദാറ്റ് ഈസ് 4.5 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 കിലോ ന്യൂട്ടൺ. സോ അപ്പോൾ ബിയിൽ ഒരു ലോഡ് എക്സ്ട്രാ വരെയാണ്. സി തൊട്ട് ബി വരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, നടുക്ക് വേറെ ലോഡൊന്നുമില്ല, അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ബിയിലെത്തുമ്പോൾ ഒന്നുകൂടെ ഇൻക്രീസ് ആവുകയാണ് ആ ലോഡ്, 7.5 കിലോ ന്യൂട്ടനായിട്ട് മാറുകയാണ് ആ ഷിയർ ഫോഴ്സ്. അടുത്ത് ബി തൊട്ട് എ വരെ എന്തുമായിരിക്കും? ബി ടു എ, ബി തൊട്ട് എ വരെ സെയിം തന്നെ ആയിരിക്കും, അവിടെ വേറെ ലോഡൊന്നുമില്ല. ബി തൊട്ട് എ വരെ വേറെ ലോഡൊന്നുമില്ല. സോ ഇറ്റ് വിൽ ബി സെയിം 7.5 കിലോ ന്യൂട്ടൺ. സോ ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഈ കാൻറ്റിലിവർ ബീമിൻ്റെ. നമുക്കൊന്ന് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റിലോട്ട് പോകാം. സോ എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിലോട്ട് പോകേണ്ടത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബേസ് ലൈൻ വരയ്ക്കണം. നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ്. ഇ തൊട്ട് എ വരെയുള്ള വാല്യൂസൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന് വേണ്ടി ഇവിടെ നിന്ന് കറക്റ്റ് എയിൽ നിന്നും ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, ബിയിൽ നിന്നും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, സി, ഡി, അതേപോലെ ഇ, എല്ലാ പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ വേർട്ടിക്കലായിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ബേസ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഇതാണ് ബേസ് ലൈൻ എന്ന് പറയും. ഈ ലൈനാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. സോ ബേസ് ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോൾ ഇ ആണ്, ഷിയർ ഫോഴ്സ് അറ്റ് ഇ. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂസ് നോക്കിയാൽ മതി. 2.5, 4.5, 7.5 ഇതാണ് നമ്മുടെ വാല്യൂസ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 2.5 ആണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുമ്പോൾ നമ്മൾ 2.5 കിലോ ന്യൂട്ടൺ എന്നുള്ളൊരു വാല്യൂ നമ്മളിവിടെ വരയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് സ്കെയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഇന്ന ലെങ്ത് തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. 2.5 ആണ് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന വാല്യൂ. അപ്പോൾ 2.5 ആണ് ഇവിടെ ഈ ഗ്രൂപ്പിലും ഏറ്റവും ചെറിയ വാല്യൂ 2.5 ആണ്. സോ അതിനനുസരിച്ച് 2.5യുടെ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ ചെറിയ ലൈൻ ആയിരിക്കണം. 4.5 അതിന് കുറച്ചുകൂടെ വലുതായിട്ട്. സോ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഡി തൊട്ട് ഇ വരെ എന്തോ ആയിരിക്കും? ഡി തൊട്ട് ഇ വരെ അതേ 2.5 തന്നെയാണ്. ഡി തൊട്ട് ഇ വരെ വേറെ വേരിയേഷനൊന്നുമില്ല. സോ ഇവിടെയും 2.5 ആണ്. സോ നമ്മളത് എഴുതണം ഇവിടെ 2.5 കിലോ ന്യൂട്ടൺ. ഇവിടെയും നമുക്കിവിടെ ഈ താഴെ ബോട്ടമിൽ നമ്മൾ ഇ എന്ന് എഴുതണം, ഇവിടെ നമ്മൾ ഡി എന്ന് എഴുതണം. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിയിലെ വാല്യൂ എത്രയാണ്? 4.5 ആണ്. ഡി ടു സി എന്ത് ലോഡാണ്? യു ഡി എൽ ആണ്. സോ യു ഡി എൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇൻക്ലൈൻഡ് ലൈൻ അതേപോലെ ആയിരിക്കും. സോ നമുക്കിപ്പോൾ സി എന്നുള്ള ഈ പോയിന്റിൽ ഇതിന് നേരെ സി എന്ന് നമ്മൾ എഴുതുക. അവിടെ നമ്മൾ 2.5ക്കാട്ടിലും കുറച്ചുകൂടെ കൂടിയത് 2.5ക്കാട്ടിലും കുറച്ചുകൂടെ കൂടിയ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ബി 4.5. സോ ജോയിൻ ഈ 4.5 കിലോ ന്യൂട്ടൺ എന്ന് എഴുതിയിട്ട് ജോയിൻ 2.5 ആൻഡ് ഈ 2.5 ആൻഡ് 4.5 ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സി തൊട്ട് ബി വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് സി തൊട്ട് ബി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ലോഡൊന്നുമില്ല. അപ്പോൾ സി തൊട്ട് ബി വരെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ സി തൊട്ട് ബി വരെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ബിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ബിയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബിയിൽ ഒരു എക്സ്ട്രാ ലോഡ് വരെയാണ്. 4.5 നിന്ന് 7.5 ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒരു 3.5 ഇവിടെ ആഡ് ചെയ്യണം. 4.5ൽ നിന്നും ഇവിടെ 4.5 ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്കിവിടെ 7.5 അത്രത്തോളം ഒരു ലൈൻ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അവസാനം ബി തൊട്ട് എ വരെ സെയിം അതേ
7.5 ആയിട്ട് തന്നെ അത് റിമെയിൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ബാക്കി റീജിയൻസും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തോളുക, ഇതിൻ്റെ ബേസ് ലൈനും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തോളുക. ഇതിൻ്റെ ബേസ് ലൈൻ കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തോളുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. സോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാമിനെ. നമുക്ക് തന്നെ അറിയാം, ഷിയർ ഫോഴ്സ് കാൻറ്റിലിവർ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. 0 തൊട്ട് മുകളിലോട്ടുള്ള വാല്യൂസ് ആയിരിക്കും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും കാൻറ്റിലിവർ ബീമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത്. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതാണ് നമ്മുടെ എൻ പോയിൻറ്റ് എക്ക് നേരെയും ഇവിടെ എഴുതിക്കൊള്ളുക 7.5 kN. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. സോ അഗെയിൻ ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടി ഞാൻ ആ കാൻറ്റിലിവർ ബീം ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ്. സോ കാൻറ്റിലിവർ ബീം ഒന്നുകൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമിന് വേണ്ടി. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും, അതും ഈ ഒരു എൻഡിൽ നിന്നായിരിക്കും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ബെൻഡിങ് മൊമെൻറ്റും. സോ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെയല്ല പോയിന്റ് ലോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അടുത്ത് ഫസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഓർ മൊമെൻറ്റ് അബൌട്ട് ഈ എന്നുള്ള പോയിന്റ് വെച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് BM, ബെൻഡിങ് മൊമെൻറ്റ് അബൌട്ട് ഇ. നമ്മൾ BM എന്ന് മെൻഷൻ ചെയ്യാം ഇതിന്. ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് BM എന്ന് മെൻഷൻ ചെയ്യാം. സോ BM അബൌട്ട് ഇ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റ് എന്നുള്ള പോയിന്റ് വെച്ചാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. സോ പോയിന്റ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇ എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇക്ക് അപ്പുറത്തൊരു ഫോഴ്സ് വേണം. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് തൊട്ട് വരെയുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ ഫോഴ്സിനും ഈക്കും നടുക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈക്ക് മൊമെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇയിൽ തന്നെയാണ് ഫോഴ്സ് ഉള്ളത്. ആ ഫോഴ്സിനും ഈക്കും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ 0. അടുത്ത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു എൻഡ് വെച്ചാണ് നമ്മൾ നോക്കുന്നത്, ഡി എന്നുള്ള എൻഡ് വെച്ചാണ് നോക്കുന്നത്. സോ ഡി എന്നുള്ള എൻഡ് വെച്ച് നോക്കുമ്പോൾ കാൻറ്റിലിവറിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റസ് എന്ത് ടൈപ്പാണ്. ബെൻഡിങ് മൊമെൻറ്റ് നോക്കിയാൽ നമുക്ക് നെഗറ്റീവാണ്, ഹോഗിങ് ആണ്. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ കുറച്ച് വേരിയേഷൻ ഉണ്ട്, നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ വരുമ്പോൾ ഹോഗിങ് ആണ്, നെഗറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മൈനസ് ആണ്, മൈനസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2.5 ഇൻറ്റു ഡി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സിന് ഡി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഈ 0.5 മീറ്റർ ആണ്. അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്തോളൂ. ആൻസർ എത്ര കിട്ടുമെന്ന് വെച്ചാൽ -2.5 ഇൻറ്റു 0.5 ദാറ്റ് ഇസ് -1.25 കിലോ ന്യൂട്ടൺ മീറ്ററാണ് യൂണിറ്റ്. ഫോഴ്സ് കിലോ ന്യൂട്ടനും ഡിസ്റ്റൻസ് മീറ്ററുമാണ്. സോ കിലോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, അതാണ് നമ്മുടെ യൂണിറ്റ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് പോയിന്റ് സി എന്നുള്ള പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ്. സോ ഇപ്പോൾ സിയിൽ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫോഴ്സസ് ഉണ്ട് ഇവിടെ. സിയിൽ വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കുള്ള ഫോഴ്സസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ 2.5 കിലോ ന്യൂട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ 2 കിലോ ന്യൂട്ടൺ ഉണ്ട്. 2 ഫോഴ്സ് ഉണ്ട് ഇപ്പോൾ അല്ലേ സി വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എടുക്കാം മൈനസ് തന്നെയാണ്. സോ -2.5 ഇൻറ്റു സി വരെയുള്ള ഡിസ്റ്റൻസ്. ഈ 2.5 എന്ന ഫോഴ്സിന് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2.5 ഇൻറ്റു 2 പ്ലസ് 0.5, 2.5 2 മീറ്റർ പ്ലസ് 0.5 മീറ്റർ.
മൈനസ് അടുത്ത് ഈ 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് മൈനസ് 2 ഇൻറ്റു ഈ 2 കിലോ ന്യൂട്ടനും സിക്കും നടുക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 കിലോ ന്യൂട്ടനും ഈ 2 കിലോ ന്യൂട്ടന് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 1 മീറ്റർ. 1 മീറ്റർ ആണ് ആ ഡിസ്റ്റൻസ്. സോ അപ്പോൾ ദാറ്റ് വിൽ ബി 2 ഇൻറ്റു 1. സോ അതിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് 8.25 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. സോ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൈനസ് 2.5 ഇൻറ്റു 2.5 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 8.25. അതാണ് നമുക്ക് കിട്ടിയ വാല്യൂ, 8.25 കിലോ ന്യൂട്ടൺ മീറ്റർ. അടുത്ത് നമുക്ക് മൊമെൻറ്റ് ബി എന്നുള്ള പോയിന്റ് വെച്ചാണ് നമുക്ക് അടുത്ത മൊമെൻറ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ബി എന്നുള്ള പോയിന്റ് വെച്ച് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫോഴ്സസ് ഉണ്ട് അവിടെ ബി വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും 2.5ഉം ഈ 2ഉം ഈ 2 ഫോഴ്സസേ നമുക്ക് ഇവിടെ ഉള്ളൂ. ബിയിലുള്ള ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഫോഴ്സിനും ബിക്കും തമ്മിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല, അത് 0 ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സസ് 2.5ഉം 2ഉം ആണ്. സോ നമുക്ക് പിന്നെ എഴുതാം മൈനസ് 2.5. ഈ 2.5ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഇപ്പോൾ? 1.5 പ്ലസ് 2 പ്ലസ് 0.5 മൈനസ് 2 കിലോ ന്യൂട്ടൺ. ഈ 2 കിലോ ന്യൂട്ടന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 കിലോ ന്യൂട്ടന് ബി വരെയുള്ള ഡിസ്റ്റൻസ് 1 പ്ലസ് 1.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കത് കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കാം, മൈനസ് 2.5 ഇൻറ്റു നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി, ഇൻറ്റു 1.5 പ്ലസ് 2 പ്ലസ് 0.5 മൈനസ് 2 ഇൻറ്റു 2.5 1 പ്ലസ് 1.5. സോ നമുക്ക് കിട്ടുന്നത് മൈനസ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ. അടുത്ത് ബെൻഡിങ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ബേസ് ചെയ്തിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ എത്ര ഫോഴ്സ് ഉണ്ട് എ കൺസിഡർ ചെയ്യണമെങ്കിൽ, ഇവിടെ ഒരു 2.5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. സോ അഗെയിൻ അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് 2.5 ഇൻറ്റു 2.5 തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം, 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് 0.5, ഇത്രയാണ് ആ ഡിസ്റ്റൻസ്. ടോട്ടൽ ബീമിൻ്റെ ലെങ്ത് എത്രയോ അത്രയും മൈനസ് അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 കിലോ ന്യൂട്ടൺ ഫോഴ്സാണ്. ഈ രണ്ടാമത്തെ ഫോഴ്സ് 2 കിലോ ന്യൂട്ടൺ, അതിൻ്റെ ഡിസ്റ്റൻസ് എ വരെയുള്ള ഡിസ്റ്റൻസ് 1 പ്ലസ് 1.5 പ്ലസ് ഈ 1 മീറ്റർ. അടുത്ത് നമുക്കുള്ളത് ഈ 3 കിലോ ന്യൂട്ടൺ ആണ്, മൈനസ് 3 ഇൻറ്റു 1. സോ ഇത്രയാണ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അബൌട്ട് എ അറ്റ് പോയിന്റ് എ. അപ്പോൾ എയിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എത്രയാണെന്ന് നമുക്ക് സോൾവ് ചെയ്യുക, എത്ര കിട്ടുമെന്ന് നോക്കാം. മൈനസ് 2.5 ഇൻറ്റു ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് 0.5 മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 1.5 പ്ലസ് 1 മൈനസ് 3. നമുക്ക് ആൻസർ മൈനസ് 22.5 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ മൈനസ് 22.5 ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ഇപ്പോൾ എല്ലാ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ്സും നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം യു ഡി എൽ ഇവിടെ നമുക്ക് യു ഡി എൽ ആവുമ്പോൾ
എന്തുമായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം? അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. യു ഡി എല്ലിന് വേണ്ടിയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ബി പാരബോള. ബാക്കിയുള്ളതിന് നോർമൽ ഈ പോയിന്റ് ലോഡിനൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അത് ഓർത്തോളൂ നിങ്ങൾ, അത് തീർച്ചയായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇ, ഡി, സി, ബി, എ, ഇതെല്ലാം ഒന്നിന് താഴെ ഒന്നായിട്ടായിരുന്നു നമ്മൾ വരയ്ക്കേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സോ അത് ഓർത്തോളുക. എക്ക് താഴെ നേരെ എ, ബി, സി, ഡി, ഇ പോയിന്റ്സ് അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതനുസരിച്ച് നമുക്കങ്ങ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് എൻഡ് ഇ എന്ന് പറയുന്ന എൻഡിലെ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? ഇ എന്ന് പറയുന്ന എൻഡിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. എൻ ടിയിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. അടുത്ത് ഇ തൊട്ട് ഡി വരെ ലോഡ് എന്തുവാണ്? കോൺസ്റ്റൻറ്റ് ലോഡാണ്, പോയിന്റ് ലോഡാണ്, വേറെ യു ഡി എല്ലൊന്നുമില്ല. ഇ തൊട്ട് ഡി വരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡാണ്. അപ്പോൾ ഡിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് തന്നെയാണ്, മൈനസ് ആയിരിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. -1.25 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് ഓർത്തോളൂ. അടുത്ത ഡിയിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഡി തൊട്ട് സി വരെ എന്തുവാണെന്ന് വെച്ചാൽ യു ഡി എല്ലാണ്. അപ്പോൾ അവിടെ കേവ് ഒരു പാരബോളിക് കേവ് ആയിരിക്കും ഡി തൊട്ട് സി വരെ. അപ്പോൾ ഡി തൊട്ട് സി വരെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ പോയിന്റ് എന്തുവാണ്? ഡി തൊട്ട് സി വരെ സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്തുവാണ്? -8.25. സോ 1.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് -8.25 ഒന്ന് താഴത്തായിട്ട് -8.25 ഒന്ന് താഴത്തായിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി -15 ആണ്. സോ 8.25 ഇനിയും താഴത്തായിട്ട് -15 എന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ എ എന്ന് വരുമ്പോൾ 22.5 ആണ്, -22.5. അപ്പോൾ എ എന്ന് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴത്തായിട്ട് 15ന് കുറച്ചുകൂടെ താഴത്തായിട്ട് നമുക്ക് -22.5 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും നമ്മൾ എല്ലാ വാല്യൂസും നമ്മളിവിടെ മാർക്ക് ചെയ്തു. സോ ഇതെല്ലാം യൂണിറ്റ് എഴുതിക്കോളുക. അടുത്ത് തന്നെ കിലോ ന്യൂട്ടൺ മീറ്റർ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇ തൊട്ട് ഡി വരെ ഈ ലോഡ് എന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻറ്റ് ലോഡാണ്. സോ നമ്മൾ നോക്കിയാൽ മതി. ഇ തൊട്ട് ഡി വരെ ലോഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ലോഡിംഗ് ആണ്. സോ ഇ ടു ഡി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പോയിന്റ് ലോഡ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി തൊട്ട് സി വരെ യു ഡി എല്ലാണ്. അപ്പോൾ യു ഡി എൽ ആകുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഇതൊരു പാരബോള ആയിരിക്കും. അപ്പോൾ ഇതൊരു കേവ് ആയിട്ട് നമ്മൾ ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സി തൊട്ട് ബി വരെ എഗെയിൻ യു ഡി എൽ ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ് തന്നെയാണ്, വേറെ വേരിയേഷൻ ഒന്നുമില്ല. അതിന് നമുക്ക് വി ക്യാൻ ജോയിൻ യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ. അടുത്ത് നോക്കുകയാണെങ്കിൽ ബി തൊട്ട് എ വരെ നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ്, വേറെ പോയിന്റ് ലോഡ് എന്നല്ലാതെ യു ഡി എൽ ഒന്നുമില്ല. സോ ബി ടു എയും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. സോ ഇതായിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സോ ഇത്രയും ബാക്കി റീജിയൻസും കൂടെ അങ്ങ് ഡാർക്കൻ ചെയ്തോളൂ. സോ ഡാർക്കൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മതിയായിരിക്കും. സോ ഇത് നെഗറ്റീവാണ് ബെൻഡിങ് മൊമെൻറ്റ്. സോ മൈനസ് സൈൻ ഒന്ന് കാണിച്ചോളൂ. സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.